മുസ്ലിം എം പി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം മന്ത്രിയാവാൻ പോകുന്നത്? ഇതുവരെ കേരള എം പി ഉണ്ടായിരുന്നില്ലല്ലോ, കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ BJP NDA സർക്കാരിൽ എത്ര മുസ്ലിം ലീഡേഴ്സ് ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഷാനവാസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ. ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ലാന്ന് പറഞ്ഞാൽ MP ഇല്ല. എന്താ? അല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഷാനവാസ് അല്ലല്ലോ, നഖ്വി ഉണ്ടായിരുന്നു, ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് രാജ്യസഭയിൽ MPs ഉണ്ട്, BJP MPs ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിന് MPs ഉണ്ട്. അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങൾ എത്ര ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ട്? എന്താണ്? അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു MP ആവണ്ടേ? മന്ത്രിയാവാൻ ഒരു MP ആവണ്ടേ? അല്ല, അത് ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നല്ലോ. അല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇല്ല. അതിൽ അല്ലല്ല, ഇല്ലാന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അത് ഇല്ല. ഓക്കെ. പക്ഷെ MPs ഉണ്ട്, സ്ഥാനാർത്ഥി ഉണ്ട്. എന്തോ? അല്ല, അതല്ല ഞാനും ചോദിക്കുന്നത്. അത് നിങ്ങളെ വഴി എന്റെ ഒരു അഭ്യർത്ഥന ഒന്ന് പാസ്സാക്കിക്കോളൂ. ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളെ ഭരണത്തിൽ കൊണ്ടുവരൂ. ഞങ്ങൾ കാണിച്ചു തരാലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തന്നെ. APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയതാരാ? NDA അല്ലേ ആക്കിയത്? അത് അല്ല, അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അല്ല, മുസ്ലിം MP ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം മന്ത്രിയാവാൻ പോകുന്നത്? ഇതുവരെ കേരള MP ഉണ്ടായിരുന്നില്ലല്ലോ, കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലല്ലോ. 2017 മുമ്പ് BJP മന്ത്രിസഭയിൽ കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നോ? 2017 മുമ്പ്. ട്രിക്ക് ക്വസ്റ്റ്യൻ അല്ല, സ്ട്രേറ്റ് ക്വസ്റ്റ്യനാ. ഉണ്ടായിരുന്നില്ല. ആരാ? അല്ല, ഈ ഗവൺമെന്റ്. ഇവര് പറഞ്ഞത് ഈ ഗവൺമെന്റിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അല്ലല്ല, അത് 2017 കഴിഞ്ഞിട്ടല്ലേ. VM വന്നു, പിന്നെ അൽഫോൺസ് വന്നു, പിന്നെ ഞാൻ വന്നു, പിന്നെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. അത് ഞങ്ങൾ MP ആയിട്ടല്ലേ. അല്ലല്ല, ഇത് വെറുതെ എന്നെ ഈ കുഴിയിൽ കൊണ്ടുവന്ന ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ആവശ്യമില്ല. ഇത് സത്യമല്ല. ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നോക്കൂ, എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, നാഷണൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ കുട്ടിയല്ലേ? ഞങ്ങളുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം അല്ലേ? അത് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അല്ല, പ്ലീസ്. അതിന് ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താ പറയുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ശരിയ ലോ വേണം, ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട, ഡെമോക്രസിയിൽ വിശ്വസിക്കില്ല. ഇതാണ് ജമാഅത്ത് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഡോക്യുമെന്റ് ഉണ്ട്, 2047 ഡോക്യുമെന്റ്. എന്ത്? ഇല്ലല്ല, അത് ഏത് പ്രൊഫഷൻ ഉണ്ടല്ലോ. ഏത് പ്രൊഫഷനാ പറയൂ. പറയൂ. അല്ലല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയണം. നോക്കൂ. ഇന്ത്യയിൽ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് എന്തും പറയാൻ അവകാശമുണ്ട്. അതല്ല ഞങ്ങളെ അല്ല, അവര് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവര് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് നമ്മുടെ അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇതുവരെ കോൺഗ്രസ് എന്തിനാണ് ഒളിച്ച് അവരുടെ സപ്പോർട്ട് എടുത്തത്?